ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ഗെയിമിംഗ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ബേബി നെല്ലോയിൽ ചാപ്റ്റർ ആക്ട് 2 ആണ് കേട്ടോ. ആക്ട് 2 ആണ്. നമ്മുടെ ബണ്ണിക്കുട്ടൻ്റെ പോകും. ഞാൻ ആക്ട് 2 ആണോ എന്ന് നോക്കട്ടെ കേട്ടോ. ഓ ഗൈസ്, അങ്ങനെ നോക്കാൻ പറ്റില്ല. പിഗ്മെൻസ് മാഡ്നസ് എന്നറിയാം. അവിടെ നിന്ന് എനിക്ക് മറ്റേ ബ്ലാക്ക് സാധനം കുഴപ്പമില്ല. നമ്മൾ മറ്റേ റാബിറ്റിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇത് ഓ ബേബിയുടെ കയ്യിലേട്ടാ. ഓ ബേബിയുടെ കയ്യിൽ നിന്ന് കീ എടുക്കാനാണ് പറഞ്ഞേക്കണേ. ഓ ഇവിടെ ഡിസ്ക് ഇടുന്ന സാധനമുണ്ട് ഗൈസ്. ഡിസ്ക് ഇടുന്ന സാധനമുണ്ട്. അതെ ഡിസ്ക് ഇടാം. ഇതാണ് പോടാ താളാ. ദേ അവൻ തന്നെ കേട്ടോ. ഇത് റെഡ് കളർ ഡിസ്കൊക്കെ ഉണ്ട്. പേപ്പർ പിയാനോ. ഓ നമുക്ക് മറ്റേ ഈ ബേബിക്ക് പിയാനോ വായിച്ചു കൊടുക്കണമെന്ന്. ഇവിടെ വല്ല ഉണ്ടോ? അതായിരിക്കണം. ഇവിടെ ഗിറ്റാറൊക്കെ ഉണ്ട് ഗൈസ്. കൊള്ളാം ഗിറ്റാർ. പൊട്ടിപ്പോയി ഗിറ്റാർ. ഇതെന്തത്? പിക്കപ്പ് മ്യൂസിക്കൽ. നമുക്ക് മ്യൂസിക്കൽ ക്ലൂബേഷ് ഇവിടെ നോക്കിയില്ല. ഗിറ്റാർ, ഡ്രം ഗിറ്റാർ ഇതൊക്കെയാണെന്നറിയില്ല. ഓ ദേ ബേബിനല്ലോ. ഓ അയ്യോ ഞാൻ താഴെ. അപ്പം ഇതില്ല. ഓ ഇനി നമ്മൾ 3 പീസ് മതി. ഞാൻ ഓർത്തൊരു 5 ഇവന് വാങ്ങിച്ചു കൊടുക്കും. അപ്പം അവൻ തരുമോ? മതിയില്ലേ വായിച്ചത്? ഓ അത് പറ്റിയേ സെക്കൻഡ് എന്താ പറ്റി? പ്രസ് സീക്രട്ട് സ്വിച്ചാ. ഓ ഗായ്സ്, ഇവിടുത്തെ ഈ പെയിൻറ്റിങ് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു സീക്രട്ട് സർപ്രൈസ് ഉണ്ട്. ഓ ഇതെന്തൊക്കെ? ഹാമറാ. ഒരാളടുത്ത് കൈ പിടിച്ചേക്കാം. ഓ ഇതേ പൊട്ടിക്കാൻ പറഞ്ഞേക്കണു. ഹാമറില്ല. ഹാമർ പൊട്ടിപ്പോയി ഗൈസ്. ഇത് ചൂടിക്കാൻ പറ്റും. ബോർഡിട്ടും കൊണ്ട് പൊട്ടിക്കാൻ. ഇതല്ല വേണ്ടേ. അതന്നെ അതുകൊണ്ട് ഇതല്ല. എനിക്ക് മറ്റേ ഹാമർ മതി ഗൈസ്. ഹാമർ കിട്ടി. 2 മതി. 2 അടി കൊടുത്താൽ പറ്റി. എടാ പൊട്ടല. നേരത്തെ 2 അടി കൊടുത്തു. 4 അടി. ഇനി അടിച്ചിട്ട് എന്നെ അടിക്കണ്ട. ശരിയാ. ഇതെന്തോ ഈ ഡിസ്ക് അങ്ങനെ ഇടണ്ടേ? അയ്യോ എടുക്കാൻ പറ്റില്ല. ഡിസ്ക് ഓടിയോ ബേബി നമ്മളെ. അയ്യോ ക്രൗച്ചിങ് ചെയ്യണോ? ക്രൗച്ചിൻ്റെ കാര്യം മറന്നു. ഓ ഗായ്സ്, അത് ഞാൻ പേടിച്ചു കേട്ടോ. അത്രയും ശരിക്കുന്നുണ്ട്. ഓക്കെ നമ്മൾ ഈ പച്ച ഡിസ്ക് മാറ്റണം. കൊടുക്കാം. പ്ലേ റെക്കോർഡ് എടുക്കട്ടെ. നീ അവിടെ കിടന്ന് കരയി പൊട്ട ബേബി. ശരിക്കും പറയും ഈ ബേബിന് മോശം കേട്ടോ. ഓക്കെ തുറക്ക്. ലിഫ്റ്റ് കിട്ടി. ലിഫ്റ്റിൻ്റെ താഴത്തോട്ട് പോകട്ടെ. ഇലക്ട്രിസിറ്റി ഇല്ല ഗൈസ്. അപ്പോൾ ഈ വഴി പോകാം. അപ്പോൾ ഈ വഴി പോകും. നോക്കാം. ഇതേ മറ്റേ നമ്മുടെ റാബിറ്റിൻ്റെ ഇതല്ലേ ഇത്? ഫെദറാണോ എന്നറിയില്ല. രോമാണ്. അതെ ഇതൊരു കൂടെയൊക്കെ ഉണ്ട് ഗൈസ് രോമം. ദേ ബേബിനല്ലോ. ദേ റാബിറ്റിനെ കൊല്ലണു. ബേബിനല്ലോ നോക്കണുണ്ടാവൻ. ഷോ അതെന്തോ പറ്റി. പേടിയാവുണ്ട് ഗൈസ്. ഏത് ഡോറാ തുറക്കണ്ടേ? അതാ ഇത് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഓക്കെ എന്താ ഇവിടെ ഫ്യൂസ് വേണം. ഫ്യൂസ് വേണം. ഇവിടെ ഫ്യൂസ് ഇല്ല. ഓക്കെ അപ്പോൾ ഫ്യൂസ് നമ്മൾ
ഫ്യൂസിന് കോയിൻ വേണം. ഇതെന്താണത്? ലോക്കൊക്കെ ഇടല്ല. ലോക്കൊക്കെ ഇട്ടു. എൻ്റെ മോനെ ലോക്കൊന്നും ഇല്ല. എന്താ 17 ഇവിടെ 17 കിട്ടും. 17. ഓ ഗായ്സ്, എനിക്ക് മനസ്സിലായി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് പറ്റിയ ബേബീനെ താഴത്തോട്ട് ഇടണം. അപ്പം മനസ്സിലായി ഗൈസ്. C2 നമുക്ക് ഫ്യൂസ് ആട്ടോ വേണ്ട. C2 പോട്ടെ. ആ ഫ്യൂസ് അവിടെ ഇരുന്നോട്ടെ. നമുക്കാദ്യം മറ്റേ ഇത് കണ്ടുപിടിക്കാം. കോഡ് കണ്ടുപിടിക്കാം. 43,300 എത്രയോ ഉണ്ട് ഗൈസ്. 43 വേണം. താഴെ 3 വേണം. പിന്നെ 17 ഏതായാലും ഓക്കെ. ഓ ഗൈസ്, വെൻറ്റ് കവർ. ഓക്കെ. നമ്മുടെ ബേബി എന്ത് ചെയ്യുക? അയ്യോ, ബേബി ഇവിടെ ഇല്ലല്ലേ. അപ്പം നമ്മളിങ്ങനെ താഴെ. അപ്പം അതെന്തിനാ? ഞാൻ ചുമ്മാ തുറന്നു ഗൈസ്. ചുമ്മാ തുറന്നു. അപ്പം ഈ ബ്ലൂ ഫ്യൂസ് എന്തിനാ? ബ്ലൂ ഫ്യൂസ് അതടച്ചിട്ടേക്ക്. ഇതെടുക്ക്. ഫിക്സ് എടുക്കാം. ഇതടക്കാം. ഓ ഗായ്സ്, ബേബി ഇവനത് പൊട്ടിച്ച്. എവിടാവൻ? ഇവന് താഴത്തോട്ട് ഇടാനാണോ ഇനി? ഓ, താഴത്തോട്ട് ഇടാൻ തന്നെയാ. എന്നുവെച്ചാൽ നമ്മൾ പണിയെടുക്കുമ്പോൾ അവൻ വന്ന് ഇതാക്കും. മനസ്സിലായി. ഒക്കെ കോരിട്ടോ. സംഭവം നോക്കട്ടെ. C2 എവിടെ? അതായത് ഓക്കെ കൊടുക്കാം. അപ്പം നമ്മൾ ഇതിട്ടിട്ടുണ്ട്. ഓ ദേ ലെവർ താത്ത പറയുന്നുണ്ട്. ഓ വർക്കായി ഗൈസ്, വർക്കായി. ഗൈസ് എനിക്കൊന്നും മനസ്സിലാവില്ല. ബ്രോ പേടിപ്പിക്കുന്നു ബ്രോ. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന്? ഡോണ്ട് ലീവ്. ഒളിഞ്ഞൊക്കെ നോക്കും. ഓ, നമ്മുടെ റാബിറ്റ് കൂട്ടൻ്റെ ഇവിടെ ഉണ്ട്. എടാ ആനി തീർന്ന്. അയ്യോ റാബിറ്റ് എന്തിനാ? റാബിറ്റ് നമ്മുടെ മുമ്പേ പോയി. അവൻ ബാക്കിലുണ്ട് ഗ്യാസ്. ഓ നോ ഗ്യാസ്. നമ്മൾ തീർന്നു ഗ്യാസ്. ഇതെന്തത്? കുറേ കീയുണ്ട്. അയ്യോ ഇവിടെ ഗൈസ് നമ്മൾ തീർന്നു. അയ്യോ ഞാനോർക്ക് നമ്മൾ തോന്നി. അവർ പിടിച്ചു വിചാരിച്ചു. നോക്കാൻ പറ്റിയത് ഓർഡർ പുറകെ. അയ്യോ പിടിച്ചു. ഓ ഗൈസ് തീർന്നു ഗൈസ്. ഓ നമുക്ക് ലൈഫ് കിട്ടാ ഗൈസ്. നല്ല പേടിയായിട്ടാ. ഇവിടെ തൊട്ടേണോ? പക്ഷെ നമ്മൾ പറയാം നമുക്ക് കളി മനസ്സിലായിട്ടാ. നമുക്ക് കളിയൊക്കെ മനസ്സിലായി. അയ്യോ നേരത്തെ പോലെ തന്നെ ആക്കി തന്നെ വെച്ചു. ഓക്കെ ഞാൻ തൊട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും പേടിക്കില്ല. അവനത്ര പേടിക്കല്ലേ. നമ്മൾ റാബിറ്റിനെ ഫോളോ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ പണി കിട്ടും. അടയ്ക്കണ വാങ്ങി പോട്ടാ അറിഞ്ഞു. അയ്യോ എന്താ സംഭവിച്ചേ? ഇത് എക്സിറ്റ്. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ ഇടണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട കേസ് നമുക്ക് ഇങ്ങനെ ഇടാം. പിന്നെ ഇങ്ങനെ സമയമൊന്നും ഉണ്ടാവില്ല നാളെ ഇടാം. ഓക്കെ. ഹലോ, ഇറ്റ്സ് വെയിറ്റിംഗ് ഫോർ സംതിങ്. എന്തിന് ഓടാ കറി
എന്താ പറ്റിയ ഇവിടെ? ആ കീ, ഈ കീഴടുക്കോട്ടെ. അവിടെ പാട്ടും കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആ പാട്ട് തന്നെയാണ് കേട്ടോണ്ടിരിക്കണത്. ഓ, നമ്മളൊന്ന് ഇട്ട് കൊടുത്ത ആ പാട്ട് തന്നെ ഇവൻ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. റാബിറ്റ് പോയാ. ഓ, ഇവിടെ ഇത് വേണം, മനസ്സിലായി. ഡോറ് ലോക്കഡാണ്. ഈ ഡോർ ലോക്കഡാ. അപ്പൊ മറ്റേ ഈ ആക്കി ഓടിട്ടേക്കാം. ഓ, ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ലിഫ്റ്റ് വഴി കൂടെ പോകണം. ആ കീ വേണ്ടായിരിക്കും, നമുക്ക് തിരിച്ചിടാൻ പറ്റുമെങ്കിൽ ഇവിടെ എഴുതിയിട്ടില്ല ഗൈസ്. ബേബിക്കും ഫുഡ് കൊടുക്കാൻ പറയുന്നത് നമ്മളങ്ങനെ കൊടുക്കണം. ആൾക്കാർ നമ്മൾ കൊടുത്ത് കഴിയും. ആ കീയല്ലേ ഇത്? ബ്രോക്കായി ഗൈസ്. ഇത് ലോക്കഡാണ്. ഇത് അതെ, ഇവിടെയാണ് കീ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ഡിമെൻഷനായിട്ടാണ് വരുന്നത്. നീ നേരെ ഉള്ള സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് അടയൂലേ? അത് അടയായിരിക്കും കേട്ടോ. ഞാൻ പറയുവാണെങ്കിൽ അടയും. പൊക്കോ. ഇതേ ലൈറ്റൊക്കെ ഒക്കെ തുറക്ക്. പക്ഷെ കരണ്ടൊക്കെ പോകുന്നത്. അപ്പൊ അവിടെ തുറന്നു കാണുമായിരിക്കും. തുറന്നു. ആ സാധനമില്ല. മറ്റേ വെള്ള സാധനം. അയ്യോ, ചിക്കനോട്ടെ കളി തീരാതായി തോന്നുന്നു. എക്സിറ്റ്. ഓക്കെ. നമ്മളെവിടോട്ടെങ്കിലും വലിച്ചുകൊണ്ടു. ഇതെന്ത് ബസ്സില്ല. ഓക്കെ, കൊണ്ടുപോവാ. ഇതാണോ? ഇവനെ ഉറക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇവനെ ഉറക്കണം വേണ്ടല്ലോ. ബേബിനെ ഉറക്കാനൊക്കെ പറയുന്നത്. ബേബി എന്താ? രാത്രി പാതി ഉറങ്ങിക്കോ. ശരിച്ചോളാ. ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല. അവനെ കിടക്കണം. അവൻ മാഞ്ഞു. ഓ, ടി വി. ഞാൻ വേറെ എടുക്കുന്നു. അയ്യോ, എടുക്കണ്ട. ഇനി അത് ഓക്കെ. വേറെ ഇതെന്തൊരു ത്രോണ് പൊക്കത്തെന്താ കണ്ണോ? ഓ, സ്കേപ്പ്. റാബിറ്റ് തരുമോ? റാബിറ്റ് നമ്മളെ മുമ്പേ ഒരു രക്ഷപ്പെടാൻ നോക്കോട്ടാ. പിടിക്കണം കേസ്, പിടിക്കണം. ഇതെന്ത് ഇങ്ങനെ കൂടെ? നമ്മളിത് മതിലിൽ കൂടെ നടക്കണത്. കൊള്ളാം. ഇതുവരെ ഞാൻ പോകാം. അതല്ല ഓടോ. നമ്മൾ കൊണ്ടുപോയി. എല്ലാം അതിലുണ്ടാവും. അവൻ കൈയിട്ട് പിടിക്കും. അവൻ കൈയിട്ട് പിടിക്കും. കൈയിട്ടാൻ പിടിക്കുന്നത് നല്ല മനസ്സിലാവും. ബേബി ടയർട്ട്. എന്തൊക്കെയാ സംഭവിക്കണേ? ഇതിലോക്കടാ. ഓടാ യന്ത്രാ. ഇവിടെ അങ്ങ് വീടി തുറക്കാൻ പറ്റില്ല. തിരിച്ചു വന്നപ്പോ മൊത്തം മാറി. ഇവിടെ ഇങ്ങനെ എല്ലാവരും നേരത്തെ. ഞാൻ സത്യം പറയുന്നുണ്ടോ? ഓപ്പൺ. ലോക്കടാ. ഓപ്പൺ. തന്നെ ഓപ്പൺ. ഓക്കെ. അപ്പം നമുക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റേ ഇവനെ ഓർക്കാൻ കിടത്തി. ഇപ്പം ആക്ട് 2-ലുണ്ടായിരുന്നു ഈ കഥ. അതേ പിക്ചറാണ്. ആ പിക്ചർ തന്നെ ഇത്.
ഇതാ പിച്ചറഞ്ഞേട്ടാ, അതാ പിച്ചറഞ്ഞേ. ഇത് ലോക്കഡാണ്. എന്ത് കഷ്ടം നോക്കിക്കേ. ഇത് ഓപ്പണാ. ഡോറൊക്കെ പൊട്ടിക്കിടക്കണി. ഇങ്ങോട്ടേക്കാണോ അറിയില്ല. തിരിച്ചു വരാം. അത് പറ്റി എന്റെ പൊന്നെയൊക്കെ അങ്ങനെയൊന്നും കറങ്ങലായിട്ട് അവിടെയും പോയി വീടിനെ പണി കിട്ടും. പിക്കപ്പ് ബേബീനെ കടത്താൻ തുടങ്ങിയ കടത്തിയാണോ ഇവൻ നോക്ക്. കൊടുക്കാം ഇതോ അവന് ശരിക്കും കളയണേന്ന് എനിക്കാണ് ഇഷ്ടമില്ല. റാബിറ്റ് ആവുകയെന്ന് നോക്കിയിരിക്കുന്നു. റാബിറ്റിന് അറിയാപ്പോ കള്ള പറ്റിച്ചു സംഭവം. റാബിറ്റ് നമ്മളെക്കാൾ സ്പീഡിൽ ഓടിപ്പോയി. ഇതല്ലേ മറ്റേ ഡോക്ടർ നിക്കോളസ്, അവൻ്റെ പോയി. ഇതാ മറ്റേ ഡോക്ടർ സിമ്പിൾ. ഓ ഗായ്സ്, ഇതല്ല നേരത്തെ വന്നത്. നേരത്തെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഇത് പണിയാണ്. ഞാൻ ഏതാണ്ട് വഴി കൂടെ ഓടുന്നുണ്ട്. ഞാനൊന്നും അറിയണില്ല. ഈ സിമ്പിളിനെ നേരത്തെ കാണും. ആ സിമ്പിളുള്ള ഡോർ കയറണം. ഓപ്പൺ. അതെന്ത് സിമ്പിൾ അത്? അങ്ങനെ കണ്ടില്ല. എനിക്ക് കണ്ടുപറ്റിയിട്ടില്ല. എനിക്കിപ്പം മനസ്സിലായി. അയ്യോ ഏതൊരു കൊണ്ടപ്പോ എല്ലാം മാറിയെന്നോ നോക്കട്ടെ. ഓ ലോക്കഡ്. ലോക്കഡ് എന്തൊക്കെ ആനിമേഷൻ. ഓടോ എന്തത്? ഓ നമ്മൾ ചെറിയ കുഞ്ഞൻ കണ്ണൊക്കെ വേറെ ഹാബിറ്റ് ഡോറൊക്കെ തുറന്ന് ഓടിപ്പോയി. നമ്മൾ തൊട്ട് മുറിയിട്ട് റാബിറ്റ് അവിടെ റാബിറ്റെ പോയി വാതിൽ നോക്കാം. അത് നിന്നോട് വാതിൽ നോക്കാനല്ലേ പറഞ്ഞേ? തുറന്നു വിളിക്കാതെ പോലെ. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ എക്സിറ്റഡാണ്. റൺ ലിറ്റിൽ റാബിറ്റ്, യു ആർ നോട്ട് ദി ഓൺലി വൺ, ദെയർ വിൽ ഓൾവേസ് ബി മോർ. ഇനി ഇതിൻ്റെ ഉണ്ട്. ഞാൻ ഗായ്സ് റാബിറ്റിനോട് പറഞ്ഞ് വേഗം ഓടുന്നു. അവൻ ഓടണില്ല ഗായ്സ്. ഓക്കെ ഗായ്സ്, ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ആക്ട് 3 കളിക്കാൻ പറ്റുകയാണെങ്കിൽ കളിക്കാം. അപ്പോൾ നമുക്കൊരു ദിവസം കളിക്കാം. അപ്പോൾ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പീസ്.